കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് നമ്മുടെ ബാഴ്സലോണിന്റെ ഇതിഹാസം സാവി അപ്ലൈ ചെയ്ത് നടന്നപ്പോൾ ഞാൻ വിചാരിച്ച ഫേക്ക് ന്യൂസ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് സ്ഥിരീകരിച്ചുള്ള ഒരുപാട് ന്യൂസുകൾ വന്നു. അത് എന്തുകൊണ്ടും എഫ് എടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സാവി വന്നു. ഒന്നാമത് നമ്മളെ ചെലവ് വളരെയധികം വലിയ ചെലവാണ്. നമ്മളെ കയ്യിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചെലവ് എടുത്താലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരുപാട് നമുക്ക് അതിനുള്ള വിഭവങ്ങളില്ല, നമ്മളിൽ പ്ലേയേഴ്സ് ഇല്ല. നമ്മള് ഒരു വലിയൊരു ടീമിനോട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രമുള്ള താരങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഇല്ല. അപ്പൊ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ വർക്ക് ചെയ്തൊരു 10-20 കൊല്ലത്തിന് ശേഷം സാവിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ല കാര്യമാണ്. കാരണം നമ്മളത് ആ പ്ലെയേഴ്സിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലെത്തും. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ കൊടുത്തിട്ട് ഇവിടെ അത് ആള് ബാഴ്സലോണ പോലത്തെ ടീമില് പരിശീലിപ്പിച്ചതും പിന്നെ അതുപോലത്തെ ബാഴ്സലോണ സ്പെയിന് ടീമിലെ കളിച്ച ഒരാളാണ്. ആള് ഒന്ന് പറയും, പ്ലേയേഴ്സ് വേറൊന്ന് ചെയ്യും. ഒരിക്കലും എന്താ പറയാ അദ്ദേഹത്തിന് മാനസികമായിട്ട് സെറ്റാകാൻ പറ്റൂല. പിന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മോശം ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കലും ഇന്ത്യ പോലത്തെ ഒരു ടീമിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ടായി വരണം. നമുക്ക് പ്ലേയേഴ്സ് നമ്മളിപ്പോഴും നമ്മളെ ഏഷ്യൻ ടീമുകളുമായി കോമ്പീറ്റ് ചെയ്യാൻ മാത്രമുള്ള ശേഷി നമുക്കില്ല. അപ്പൊ നമ്മുടെ അവസ്ഥയും കൂടി നമ്മുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. എന്തായാലും അദ്ദേഹത്തെ ഒഴിവാക്കിയത് വളരെ നല്ല തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളതില്ലാതെ വെറുതെ കൊടുത്തിട്ട് ഇപ്പൊ പെപ് ഗാർഡിയോളനെ കൊടുത്തിട്ടും കാര്യമില്ല. കാരണം പ്ലേയേഴ്സ് ഉണ്ടെങ്കിലുള്ള പരിപാടി നടക്കുക. ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എന്തുകൊണ്ടാണ് പെപ് ഗാർഡിയോള എത്ര വലിയ കാശിറക്കി സൈനിങ് ചെയ്യണത്? അപ്പൊ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലാണ് അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പ്ലേയേഴ്സ് വേണം. അപ്പൊ സാവി പോലത്തെ ഒരാൾ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ലാതെ നാലുപുറം തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര വലിയ കോച്ചായിട്ടും കാര്യമില്ല. അതിന് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് എന്തും റിസൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വരിക. അതിന് പറ്റിയ പ്ലേയേഴ്സ് നമ്മളെ കയ്യിലുണ്ടായാൽ മാത്രമേ ഉള്ളൂ. എന്നാലും എഫ് എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനം. ചെലവ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഖാലിദ് ജമീലിനെ ഏൽപ്പിക്കുക, അത് അദ്ദേഹത്തിന് അറിയാം നമ്മളെ ലെവൽ എന്താണ്, ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യട്ടെ. ഒരു 10-15 കൊല്ലത്തിന് ശേഷം നമ്മുടെ ടീം നമ്മളെ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ വർക്ക് ചെയ്ത് നമ്മളെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുവരാറുള്ള നല്ല തീരുമാനമാണ്. പക്ഷെ ഇപ്പൊ അത് ഒരിക്കലും ഇപ്പൊ എഫ് എടുത്ത തീരുമാനം വളരെ ബുദ്ധിപരമായ തീരുമാനം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി മാത്രം. താങ്ക് യു.